ആഫ്രിക്കൻ രാജ്യമായ മൊസംബിക്കിലെ ക്യൂലിമാനിൻ രൂപതയുടെ ബിഷപ്പ് ഒസാരിയോ സിറ്റോറോ ഒഫൻസോ വെടിയേറ്റു കൊല്ലപ്പെട്ടു. 54 വയസ്സായിരുന്നു. ജൂൺ 4 പുലർച്ചെ അജ്ഞാതരായ സായുധ സംഘം ബിഷപ്പിന്റെ ഔദ്യോഗിക വസതിയിൽ അതിക്രമിച്ചു കയറി വെടിയുതിർക്കുകയായിരുന്നു. മെത്രാസന മന്ദിരത്തിന്റെ ഇടനാഴിയിലാണ് ബിഷപ്പിന്റെ ഭൗതിക ശരീരം കണ്ടെത്തിയതെന്ന് പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ് സ്ഥിരീകരിച്ചു. കൊലപാതകം ആഗോള കത്തോലിക്ക സമൂഹത്തെ കടുത്ത ആശങ്കയിലാഴ്ത്തി. മൊസംബിക്ക് കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റും നബൂല ആർച്ച് ബിഷപ്പുമായ ഇന്നാസിയോ സൗറ വ്യക്തമാക്കിയതനുസരിച്ച് തികച്ചും ദുരൂഹമായ സാഹചര്യത്തിലാണ് ബിഷപ്പിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ബിഷപ്പിന്റെ നെഞ്ചിൽ ഹൃദയത്തിനടുത്തായി വെടിയേറ്റ നിലയിലായിരുന്നു. അക്രമികൾ മെത്രാസന മന്ദിരത്തിന്റെ സുരക്ഷാ മതിലുകൾ ചാടിക്കടന്ന് സുരക്ഷാ സംവിധാനങ്ങൾ തകർത്താണ് അകത്തു കയറിയതെന്നാണ് പ്രാഥമിക വിവരം. ദേശീയ കുറ്റാന്വേഷണ ഏജൻസിയായ സെർനിക് സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വേദനാജനകമായ ഈ സാഹചര്യത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനയോടെയും ശാന്തതയോടെയും നിലകൊള്ളണമെന്ന് സഭാ നേതൃത്വം അഭ്യർത്ഥിച്ചു. കൺസോലാട്ട മിഷണറി സമൂഹത്തിലെ അംഗമായിരുന്ന ബിഷപ്പ് മൊസംബിക്കിൽ, പ്രത്യേകിച്ച് വടക്കൻ പ്രവിശ്യയായ കാംബോ ഡെൽഗോയിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങൾക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തിയ ധീരനായ സഭാ നേതാവായിരുന്നു. ആയിരക്കണക്കിന് നിരപരാധികളെ കുടിയൊഴിപ്പിക്കുകയും ഗ്രാമങ്ങൾ തകർക്കുകയും ചെയ്ത തീവ്രവാദ പ്രവർത്തനങ്ങളെ അദ്ദേഹം പലവട്ടം പരസ്യമായി അപലപിച്ചിരുന്നു. ബിഷപ്പായുള്ള സേവനത്തിന് പുറമെ അടുത്തിടെ ബെയ്റ അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായും അദ്ദേഹം ചുമതലയേറ്റിരുന്നു. അതേസമയം ലിയോ 14 മാർപ്പാപ്പ ബിഷപ്പ് ഒസാരിയോയുടെ ദാരുണമായ കൊലപാതകത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. മൊസംബിക്കിലെ കത്തോലിക്ക വിശ്വാസികളോടും ദുഃഖിതരായ ജനങ്ങളോടൊപ്പം താൻ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നതായി വത്തിക്കാൻ പ്രസ് ഓഫീസ് പുറത്തിറക്കിയ സന്ദേശത്തിൽ പാപ്പ വ്യക്തമാക്കി.